ഞാൻ വൈകുന്നേരം കുറച്ച് ചെടികളൊക്കെ നടാന്ന് വെച്ച് പുറത്തോട്ട് ഇറങ്ങി. നടാനായിട്ടല്ല, ഞാൻ നേരത്തെ നട്ടതുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് ചെടി പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെടി വാങ്ങിക്കാനായിട്ട് പോയതല്ലായിരുന്നു, വളം വാങ്ങിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അവിടെ നല്ല ചെടി ഇരിക്കുന്നത് കണ്ടപ്പം ഞാൻ 2-3 സൈസ് എടുത്തു. ഞാൻ ഒന്നെടുത്തത് കലാഞ്ചിയുടെ 2 കളർ എടുത്തു, റെഡും ഓറഞ്ചും കളറ്. എൻ്റെ അടുത്ത് നാടൻ റെഡ് ഉണ്ടായിരുന്നു, ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ റെഡും ഓറഞ്ചും എടുത്തു. പിന്നെ ജെറബറയുടെ 3 കളറും എടുത്തു, ഒരു റെഡും ഓറഞ്ചും യെല്ലോയും എടുത്തു. പിന്നെ അഡീനിയം എൻ്റെ അടുത്തില്ലാത്തൊരു പിങ്ക് കളറും ഉണ്ടായിരുന്നു, അതും എടുത്തു. അപ്പോൾ ഇതെല്ലാം ഇനി നാളത്തേനുള്ള പണിയാണ്. ഇതെല്ലാം നാളത്തേനെ ചട്ടി മാറ്റി ഒന്ന് നടണം. ചെടി വാങ്ങണ്ടെന്ന് വിചാരിച്ച് നഴ്സറിക്ക് അറിയാലും നല്ല പൂക്കളൊക്കെ കണ്ടു കഴിയുമ്പോൾ വാങ്ങിച്ചു പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടലാസ് ചെടി വാങ്ങിക്കാനായിട്ട് ബൊഗൈൻവില്ലയുടെ വാങ്ങിക്കാനായിട്ട് കയറിയതാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് കൊങ്ങിണിപ്പൂവിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് നല്ല പൂവിട്ട് നിൽക്കുന്നത് കണ്ടപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല റെഡും യെല്ലോയും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് മാറ്റി നടാനായിട്ട് ഇന്ന് മാറ്റി നട്ടു. അതെല്ലാം എടുത്തു വെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയത്. ഇന്ന് കൊണ്ടുവന്നതല്ല, ഞാൻ തണലത്തോട്ട് മാറ്റി വെച്ചു. ഇത് ഞാൻ ഇന്ന് രാവിലെ മണ്ണെല്ലാം നിറച്ച് മാറ്റി നട്ടതാണ്. ഇത് യെല്ലോയും റെഡും കളറാണ്. പിന്നെ കുറച്ച് സ്പൈഡർ പ്ലാന്റിനെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗേറ്റിൻ്റെ അടുത്തും അതിലേ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, എല്ലാം ഒരേ ലെവലിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കുറേ എണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇന്ന് നട്ടതും കൂടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട്. വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരത്തോട്ടാണ് ഗേറ്റ് വരുന്നത്. ഗേറ്റിൻ്റെ അടുത്ത് ഇപ്പം കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു. 2 സൈഡിലായിട്ട് ഏകദേശം ഒരു 20 ചട്ടി വെക്കണം. ഞാനിപ്പം ടോട്ടൽ ഒരു 7 ചട്ടി ആയിട്ടുള്ളൂ. ഇനി ബാക്കി ഒരു സൈഡിൽ ഇനി 3 കൂടെ വെക്കണം, അപ്പുറത്തൊരു 10 എണ്ണം കൂടെ ആക്കണം. അപ്പം എല്ലാം കൂടെ ആക്കിയിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പം ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നീട് അത് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം.